നമസ്കാരം. വ്ലോഗ് എടുത്ത് കാശുണ്ടാക്കാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ചീറിപ്പായുകയാണ് ചിലർ. നിരത്തുകളിലെ വാഹന അപകടങ്ങൾ ഒരു തുടർക്കഥയാകുന്നത് അറിഞ്ഞിട്ടും യാതൊരു കരുതലുമില്ലാതെ വാഹനമെടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നവർ. ഇപ്പോഴിതാ വാഹനം രൂപമാറ്റം വരുത്തിയതിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടിച്ചെടുത്ത കേസിൽ ഏറെ വിവാദത്തിലായിരുന്ന ഈ ബുൾജെറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. വ്ലോഗർമാരായ ഈ ബുൾജെറ്റ് സഹോദരങ്ങൾ സഞ്ചരിച്ച വാഹനം കാറുമായി കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കുണ്ടെന്നാണ് വിവരം. പാലക്കാട് ചെർപ്പുളശ്ശേരി ആലിക്കുളത്തിനടുത്ത് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ ബുൾജെറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തമായ എബിനും ലിബിനും സഞ്ചരിച്ചിരിക്കുന്ന കാർ ചെർപ്പുളശ്ശേരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. എതിർദിശയിൽ നിന്ന് വന്ന കാറുമായാണ് ഇരുവരുടെയും വാഹനം കൂട്ടിയിടിച്ചത്. അപകടത്തിൽ എബിനും ലിബിനും നിസാര പരിക്കേറ്റിട്ടുണ്ട്. കൂട്ടിയിടിച്ച വാഹനത്തിൽ ഉണ്ടായിരുന്ന പ്രദേശവാസികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവർ അപകടം സംഭവിക്കും മുമ്പ് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോയിൽ ഉൾപ്പെട്ട വ്യക്തികൾ വാഹനം ഓടിച്ചയാളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നീ എങ്ങനെ ഉറങ്ങാതിരുന്ന് വാഹനം ഓടിച്ചാൽ എങ്ങനെ ശരിയാകുമെന്ന്. യഥാർത്ഥത്തിൽ ആ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. നിസാരമെന്ന് കരുതുന്ന അശ്രദ്ധ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇടയാക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ നിരത്തുകളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. കേരളത്തിന്റെ റോഡ് ശരിയല്ല, സർക്കാർ ശരിയല്ല എന്നെല്ലാം അവസരം കിട്ടുമ്പോൾ പഴിക്കുന്നവരാണ് മിക്കവാറും ആളുകൾ. എന്നാൽ അതെല്ലാം അറിഞ്ഞിട്ട് ആ കുറ്റം പറയുന്നവർ തന്നെ വിവേകമില്ലാത്ത ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ എന്ത് ചെയ്യാൻ സാധിക്കും? സംസ്ഥാനത്ത് ദിനംപ്രതി അപകട മരണങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. AI ക്യാമറകളൊക്കെ വന്നതിന് ശേഷം അപകടങ്ങൾ കുറഞ്ഞു എന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും അപകടങ്ങൾ വലിയ രീതിയിലൊന്നും കുറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അതിന് സർക്കാർ മാത്രമല്ല, ഈ പറയുന്ന വാഹനം ഓടിക്കുന്ന ഓരോരുത്തരും കാരണക്കാർ തന്നെയാണ്. അവരുടെ അശ്രദ്ധക്കുറവാണ് ഇത്തരത്തിലുള്ള പല അപകടങ്ങളും ഉണ്ടാക്കുന്നത്. ആളാവാൻ വേണ്ടിയുള്ള ചീറിപ്പായലിലും ഹീറോ ചമയാനുള്ള ശ്രമത്തിനുമെല്ലാം ഇടയിൽ ജീവൻ വെച്ച് കളിക്കുകയാണ് എന്ന ബോധമില്ലായ്മയാണ് ഇതിന്റെയൊക്കെ പ്രധാന കാരണം. ഇനിയെങ്കിലും ഓരോ ജീവനും അത്രയേറെ വിലപ്പെട്ടതാണെന്ന് ബോധ്യത്തോടെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. ഇവിടുത്തെ നിയമ സംവിധാനത്തെ പഴിക്കുന്നതിന് മുമ്പ് സ്വയം വിലയിരുത്തുക, നീ ചെയ്യുന്നത് തെറ്റാണോ എന്ന്.